ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഒരു മനുഷ്യനും സ്കിപ്പ് ചെയ്യരുത്. പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നുണ്ട് ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതല്ല. മനുഷ്യന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയണം. ഇതാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പരമാവധി ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റും കൊടുക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്ത് പരമാവധി ഷെയർ ചെയ്തോണം. ഓക്കെ, വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. തിരുവനന്തപുരം മണക്കാട് വല്യപ്പള്ളി ആറ്റുകാൽ പൊങ്കാല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അറിയാലോ, ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചിട്ട്. നമ്മുടെ മേയറിനെ കുറിച്ചൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഓച്ചറയിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ പാർക്കിങ്ങിൽ നടക്കുന്ന കുറേ കൊള്ളകളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ന്യൂസ് ഇങ്ങനെ നോക്കി പോയപ്പോഴാണ് ഒരു പള്ളി, എൻ്റെ ദൈവമേ, ഞാൻ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് തരാം. നമ്മുടെ കേരളത്തിലാണ് ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവന്മാരും ഒക്കെ കുറേ ബീഫിൻ്റെയൊക്കെ കുറേ തൊലിഞ്ഞ കഥകളൊക്കെ കൊണ്ടുവന്നതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ, ഈ ഒരു ന്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുകയൊക്കെ ചെയ്യും. ഈ ഒരു ന്യൂസ് കാണുമ്പോൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു വേറെ ലെവലാണ്. അത് തിരുവനന്തപുരത്തെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, എല്ലാം ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഒരുപോലെ. ഞാനൊരു പള്ളി കാണാനിടയായി. ഞാൻ ഈ ഒരു വാർത്ത ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയിട്ടുള്ളായിരുന്നു നേരത്തെ. പക്ഷെ ഞാൻ ഇന്ന് നോക്കിയപ്പോഴും അവർ ആ ഒരു പതിവും കാര്യങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല. ആ ഒരു വീട് ഞാനൊന്ന് വെച്ചുതരാം. കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് വെള്ളം എടുക്കാം, ആ പള്ളിയിൽ ചെന്നിട്ട്, പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു വാർത്ത വെച്ചുതരാം. ജുമാ മസ്ജിദിന്റെ ഭാരവാഹികൾക്കൊപ്പമാണ്. ഇതിൽ വലിയൊരു സന്തോഷം. മണക്കാട് പള്ളി എന്ന് പറയുമ്പോൾ തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ചും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഓക്കെ. ഇതിപ്പം നിങ്ങൾക്കൊക്കെ എന്താ പറയണ്ടേ, ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയായിരിക്കും. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉള്ള കാര്യം പറയാം, ഞാൻ ജസ്റ്റ് ഇതൊക്കെ കേട്ട് പോയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കിതൊരു വലിയൊരു അത്ഭുതം തന്നെ. ഞാൻ ഇന്ന് എൻ്റെ അമ്മയെ കൊണ്ട് കാണിച്ചു. അപ്പം അമ്മ പറയണേ, എൻ്റെ പൊന്നു മോനെ, നീ ഇത്ര മണ്ടനാണോ, ഞങ്ങളൊക്കെ അവിടെ പോകുന്നതല്ലടാ, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാൻ മോനെ എന്നാണ് അവർ പറയുന്നത്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കേരളത്തിലാണ് ഇവിടെ ഓരോരുത്തർ ബീഫ് ഉണ്ടാക്കി കുത്തിയ കഥകളും കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഒരു പടം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടേ, ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഒത്തൊരുമയായിട്ട് പോകുന്ന നമ്മൾ. പല തവണ വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല എന്നുള്ള ഒരുക്കങ്ങൾ കൂടുതൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മണക്കാട് വലിയ പള്ളി, പാളയം ജുമാ മസ്ജിദ്, അങ്ങനെ ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് എത്തിയവരുടെ മുന്നിൽ തുറന്നിട്ട വാതിലുകൾ നിരവധിയായിരുന്നു. പൊങ്കാല ഇടാനുള്ള സൗകര്യം, ഇഷ്ടിക, കുടിവെള്ളം, ഭക്ഷണം, അങ്ങനെ വേണ്ടതെല്ലാം വേണ്ട പോലെ. മതസൗഹാർദ്ദം എന്നുള്ള നിലയിൽ അല്ല, കൂടുതലും നമ്മൾ അതിന്റെ ലക്ഷ്യം വയ്ക്കുന്നത് മാനവ സൗഹാർദ്ദമാണ്. ആ മാനസൗഹാർദ്ദത്തിന്റെ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ആളൊരു നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു പ്രാഥമികമായ സൗകര്യങ്ങളും അവരോട് കാണിക്കേണ്ടുന്ന ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇന്ന് നൊയമ്പും കൂടാ, അറിയാലോ. ഈ ഒരു നൊയമ്പ് കാലത്തിൽ അവർ നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇവരെന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണ് പോയി തന്നെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയാം. എല്ലാവരും ഒരുപോലെ തന്നെയാണ്, മനുഷ്യരായിട്ട് കാണുക എല്ലാവരെയും. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും ഇല്ല, എല്ലാവരും ഒരുപോലെ നിൽക്കുക. ഞാനൊരു കാര്യം പറയാം, നമ്മളൊക്കെ ഗൾഫ് കൺട്രിയിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നത്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ബംഗാളീസൊക്കെ വരത്തില്ലേ, അവർക്ക് നമ്മൾ വലിയ വാല്യൂ കൊടുക്കാറുണ്ടോ? അതുപോലെയുള്ള അവിടെയുള്ള ആൾക്കാർക്കും. പക്ഷേ നമ്മൾ ഒത്തൊരുമയായിട്ട് നമ്മുടെ കേരളം ഇതുപോലെ തന്നെ വേണം. ഇതുപോലെ ഇപ്പോൾ പല രാജ്യത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടുത്തെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകായിരുന്നു. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്, കേരളക്കാരങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കുറേ ആൾക്കാർ, നല്ല നല്ല ആൾക്കാരുണ്ട്. മലപ്പുറത്തും കൂടുതലും മുസ്ലിംസ് ഉള്ള ആൾക്കാരാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഹിന്ദു മുസ്ലിംസും കൂടെ ചേർന്ന് ഉത്സവം നടത്താറുണ്ട്, പള്ളിയിൽ പെരുന്നാൾ നടത്താറുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. സാധാരണ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അതിനകത്താണ് അവരെല്ലാം വിശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ വർഷം നമ്മുടെ ഈ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആ ഹാള് സജ്ജീകരിച്ചത് കൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു പന്തൽ തന്നെ നമ്മൾ കെട്ടി എന്നുള്ളതാണ്. ആ പന്തലിനകത്താണ് ഈ വർഷം അവരുടെ വിശ്രമം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് കരുതൽ പറഞ്ഞ് ഗവർണർ. Wherever they are, this will be propagated, and this Keralam story has to reach there everywhere. So we have interesting. സത്യം, ഇതൊക്കെയാണ് ലോകം അറിയപ്പെടേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യരും കാണത്തില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം.
ഇതുപോലുള്ള ഒരു കാര്യങ്ങളും മനുഷ്യരാരും കാണത്തില്ല. നല്ലത് എവിടെയും എന്താ പറയണ്ടേ, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കും. ഈ ഒരു വിഷയം ഞാനെടുത്ത് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ 1,000-2,000 ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ, മീൻസ് കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ കണ്ട് കുറേയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആറ്റുകാൽ പൊങ്കാല വന്നപ്പോൾ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഇത് അത്ഭുതം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴ ഹരിപ്പാടുകാരനാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോഴത്തെ തലമുറയ്ക്ക് ആണെങ്കിൽ എന്തറിയാം, ഒന്നും അറിയത്തില്ല. ഒന്നും പറഞ്ഞാൽ രണ്ടാമത് സാധനം എടുത്ത് 2 വലിച്ചു കയറ്റുക, നമ്മളെയൊക്കെ വന്ന് 2 തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, അത് മാത്രമേ അറിയത്തുള്ളൂ. ഒത്തൊരുമ എന്താണെന്ന് ഇവിടുത്തെ ഒരു മനുഷ്യർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ തിരുവനന്തപുരക്കാരുടെ മൊത്തം ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. Yes, Kerala has always stories to tell. So this is one of them, one story. ചേർത്തുപിടിക്കലിന്റെ, കരുതലിന്റെ അങ്ങനെ അനുഭവങ്ങൾ നിരവധിയാണ്. അടുത്ത വർഷവും മറക്കാതെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ് മറ്റിടങ്ങളിൽ നിന്നും എത്തിയവരെ അനന്തപുരിക്കാർ സ്നേഹം പകുത്തു നൽകി മടക്കിവിടുന്നത്. ബിയലരും, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ഓക്കെ, വേറൊരു ന്യൂസും കൂടെ കാണാനായിട്ടുണ്ട്. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആഘോഷങ്ങൾ, ആചാരങ്ങൾ ഒക്കെ കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതൊരു മത സാഹോദര്യത്തിന്റെ പ്രതീകം കൂടിയായിട്ടാണ്. അങ്ങനെ ഒരു മത സാഹോദര്യത്തിന്റെ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ഇമാമിനോട് സംസാരിച്ചപ്പോൾ ഇമാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഒരു വിദ്വേഷത്തിലേക്കൊക്കെ പോകാനൊരു നീക്കം നടക്കുന്നതിനിടയിലാണ് നമ്മൾ ഇത്തരം ആഘോഷങ്ങളെ ഒത്തൊരുമയോടെ കൊണ്ടാടുന്നത്. നമുക്കറിയാം, ലോകം വലിയ യുദ്ധത്തിന്റെ ഭീഷണിയിലാണ്. നമ്മുടെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ അവരുടെ നേരം വെളുക്കുന്നത് വളരെ ഭീതിയോടുകൂടിയാണ്. ആ സമയത്താണ് നമ്മൾ ഇവിടെ ഈ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ, പ്രത്യേകിച്ചും ഏഷ്യയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു ആത്മീയ ദിവസം, അന്ന് മാത്രമേ നമുക്ക് പൊങ്കാലയെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. ലക്ഷക്കണക്കിനായിട്ടുള്ള സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അവരെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ അത് വലിയ ആളുകളുടെ ഒരു ജനനിബിഡമായ കൂട്ടായ്മയായിട്ട് മാറുന്നു. ഈ കൂട്ടായ്മയുടെ, ഈ ജനത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ മീഡിയക്കാർ കൂടുതൽ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാവോ? ഒരു നടി വരുവാണെങ്കിൽ ആ നടിയുടെ മുക്കും മൂലം അടി മുതൽ മുടി വരെ അത് ഷൂട്ട് ചെയ്യാൻ ഇവർക്കൊക്കെ നേരമുള്ളൂ. നിങ്ങളത് ശ്രദ്ധിക്കാറുണ്ടോ? ഇതുപോലുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാറില്ല ഒരു മനുഷ്യരും. ഈ നടിയുടെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അത് കൊള്ളാം, അല്ലെങ്കിൽ അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ക്യാമറാമാന്മാരെല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അവരാരും ഒന്നും ശ്രദ്ധിക്കാറില്ല. അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആവശ്യമുള്ളത്. ഓക്കെ, പക്ഷെ ഇതൊന്നും ഒരു മനുഷ്യന് മനസ്സിലാക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ്. പൊങ്കാലയിടുന്ന സ്ത്രീകൾ, സഹോദരിമാരായ ആളുകൾ ഇവിടെ ഈ വെയിലത്തിരുന്നിട്ട് ഈ കാര്യം പ്രത്യേകിച്ചും ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ദൈവത്തോടുള്ള വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ലോകത്തിന് സമാധാനമായിട്ട് വരണമെന്നാണ് ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ ദിവസം ഇമാമിന്റെ ഒരു പ്രസ്താവന കേരളത്തിൽ വലിയ തരംഗമായി, കേരളത്തിൽ നമ്മളല്ല, മലയാളികൾ ലോകത്ത് എവിടെയുണ്ടോ അവിടെയെല്ലാം വളരെ വലിയ തരംഗമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാനത് കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലും കാസർഗോഡും ഒക്കെ 1-2 പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ടൊക്കെ പോയ സമയത്ത് അവിടെ എല്ലാം വലിയ ചർച്ചയെന്ന് പറയുന്ന ആ പ്രസ്താവനയെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും വിവിധ മതങ്ങളിലുള്ള ആളുകൾ മറ്റൊരു മതത്തെ ബഹുമാനിക്കുക, പ്രത്യേകിച്ചും നൊയമ്പ് കാലം എന്ന് പറയുന്നത് ഏറ്റവും വ്രതനിഷ്ഠമായിട്ടുള്ള കാലമാണ്. കടുത്ത വ്രതമാണ് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ സമയത്തെടുക്കുന്നത്. എന്നാൽ തങ്ങൾ വിശപ്പോടുകൂടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിശപ്പിനെ അടക്കി നിൽക്കുന്ന സമയത്ത് മറ്റൊരു മതത്തിന്റെ ഒരു ആഘോഷം, ഹിന്ദു മതത്തിന്റെ സഹോദരിമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ തങ്ങൾ ഉണ്ടില്ലെങ്കിലും തങ്ങൾ കുടിച്ചില്ലെങ്കിലും തങ്ങളുടെ ദാഹം തീർത്തില്ലെങ്കിലും അവർക്ക്, മറ്റുള്ളവർക്ക്, ഇവിടെ വരുന്ന ആളുകൾക്ക് ആഹാരവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ഒരു മതത്തിന്റെ പ്രബോധനം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മത മേലധ്യക്ഷന്റെ ഓക്കെ, അവിടെ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻസ് ഇല്ല, എല്ലാവരും ഒരുപോലെ നിൽക്കുന്നത് കാണുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ കൂടുതൽ വെച്ച് നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല. ഏകദേശം ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഈ മീഡിയക്കാരൊക്കെ ഈ ചേച്ചിമാരുടെ പുറകെയൊക്കെ പോകുന്നതിനേക്കാൾ നല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറയിൽ എത്തിക്കാൻ നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.